Hi friends, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു തക്കാളി ചോറ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ തക്കാളി ചോറ് തയ്യാറാക്കി എടുക്കുവാൻ നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രുചിയുള്ള വളരെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ കഴിയുന്ന ഈ തക്കാളി ചോറ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിലാണ് നമ്മളിവിടെ പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെരുംജീരകം മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചി ചതച്ചതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. വെളുത്തുള്ളി ചതച്ചതാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 4 അല്ലി വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളകാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അരിഞ്ഞെടുത്ത് 2 പച്ചമുളകാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം. സവാള ഇപ്പോൾ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നും ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ചേർത്ത് കൊടുത്ത പൊടികൾ കരിഞ്ഞു പോകാതെ ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരുന്ന പാകം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞെടുത്ത മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നല്ലതുപോലെ കുക്കായിട്ട് കിട്ടുവാൻ 4-5 മിനിറ്റ് ഒക്കെ മതിയാകും. അതുവരെ ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് തക്കാളി കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇവിടെ നല്ലതുപോലെ കുക്കായി ഓയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പാകം വരെ തക്കാളി കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ റൈസിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. തക്കാളി നല്ലതുപോലെ കുഴഞ്ഞു വരണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. സവാള വഴറ്റിയെടുക്കുന്ന ടൈമിൽ മാത്രമേ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പിട്ട് വേവിച്ച റൈസാണ് ചേർക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അളവിൽ വേണം ഉപ്പ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് ചേർത്ത് കൊടുത്ത് മസാല നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുക്ക് ചെയ്തെടുത്ത 2 കപ്പ് ബസ്മതി റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ തക്കാളി ചോറ് റെഡിയാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. റൈസ് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ മസാല റൈസിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ടൊമാറ്റോ റൈസിൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ട് അരി കുക്ക് ചെയ്യുമ്പോൾ അരി ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം.
നമ്മുടെ ഈ മസാല ചോറിൽ നല്ലതുപോലെ പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഗ്യാസ് ഫ്ലെയിം 4 മിനിറ്റ് വെച്ചതിന് ശേഷം തുറക്കുകയാണ് കേട്ടോ. ഫൈനലി നമ്മുടെ ടൊമാറ്റോ റൈസിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഈ ഒരു ടൈമിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടൊമാറ്റോ റൈസിന്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലായിരിക്കും. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ല രുചിയുള്ള ഒരു ടൊമാറ്റോ റൈസാണിത്. ഈ ഒരു തക്കാളി ചോറുണ്ടെങ്കിൽ നമുക്ക് കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ടൊമാറ്റോ റൈസ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് ഈ റൈസിനുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.